വെല്ലുമേ യാ വെല്ലുമേ വെല്ലുമേ ഇൻഫ്ലുവൻസർ ജീവനൊടുക്കിയ നിലയിൽ അദൂർ സ്വദേശി ചിന്നു പാപ്പുവാണ് ജീവനൊടുക്കിയത്. വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുടുംബ പ്രശ്നമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഏറെ ആക്റ്റീവായ ഒരു പെൺകുട്ടിയായിരുന്നു. വർത്തമാനത്തിലൂടെയും നല്ല രീതിയിലുള്ള എല്ലാ പെരുമാറ്റത്തിലൂടെയും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പാവം കുട്ടിയാണിത്. എന്താണ് എന്നാലും ഇതിന് പിന്നിലെന്ന് വ്യക്തമായ ഒരു കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല. തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ആൺ സുഹൃത്ത് മുറിയിലെത്തി നോക്കിയപ്പോഴായിരുന്നു ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ മറ്റൊരാൾക്കൊപ്പമാണ് സുഹൃത്ത് ചിന്നുവിനെ മുറിയിലെത്തിയത്. തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തിരുന്നു. ഇതോടെ അടുത്തുണ്ടായിരുന്നവരും സ്ഥലത്തേക്കെത്തി. പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വളരെ കാലമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ചിന്നു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് കഴിയുകയായിരുന്നു. കുറച്ചു കാലമായി ആൺസുഹൃത്തും ചിന്നുവിനൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. ആൺസുഹൃത്ത് രാവിലെ ജോലിക്ക് പോയിരുന്നു. ഈ സമയത്താണ് യുവതി ജീവനൊടുക്കിയത്. ഇടയ്ക്ക് ആൺസുഹൃത്ത് വിളിച്ചു നോക്കിയെങ്കിലും ചിന്നു ഫോൺ എടുത്തില്ല. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് ഇയാൾ സുഹൃത്തിനെയും കൂട്ടി റൂമിലെത്തിയത്. സംഭവത്തിൽ ചിന്നുവിൻ്റെ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേ ഗൈസ്, അപ്പൊ ചൂറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ഇട. ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ല വെക്കുന്നത്, പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ടിട്ട് ഒരു കറി വെച്ചെങ്ങനെ. അപ്പൊ ഗൈസ് എങ്കിൽ ഇനി ബച്ചങ്കായിട്ടെത്തും ബത്തത്തെ മീൻസ് ബത്തക്ക, അതായത് ബത്തക്ക വെള്ളം, ബത്തക്ക ജ്യൂസ് ഇത് പടക്കല്ല അതിലേക്ക്. അപ്പൊ ഇനി നമുക്ക് ബത്തക്ക ജ്യൂസ് ആക്കി ഇങ്ങനെ ബത്തക്ക പാങ്ങില്ല അങ്ങോട്ട് തലക്ക് കൊണ്ടിട്ടിടും ഞാൻ ബത്തക്കന. അപ്പൊ നമ്മളെ ബത്തക്കാനത് ഇങ്ങനെ 2-3 കണ്ടാക്കുക. എന്നിട്ട് പീസ് ആക്കിയിട്ട് ബത്തക്കാന്റെ ഓട് ഇതിന്റെ മീത്തുള്ളതിനെ നമ്മൾ ഓടുന്നല്ലോ. ബത്തക്കാന്റെ പുറത്തിനെ മാറ്റി വെക്കുക. എന്നിട്ട് കണ്ടാക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റ് ഇട്ടിട്ടാകുമ്പോ എല്ലാവർക്കും തിന്നുന്ന സ്വഭാവം അങ്ങക്കുണ്ട്. ഇങ്ങനെ പൂള എടുത്തിട്ട് പറക്കി തിന്ന. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കുണ്ടുള്ള പാത്രം എടുക്കുക. ആ കുണ്ടുള്ള അപ്പൊ അമ്മേ സോറി, ഞാൻ ഇത് പണ്ട് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോക്കില്ലേ നമുക്ക് പൊടി തരും, അല്ല ഇത് തരും. കണ്ടായിട്ട് നമുക്ക് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിന് അടിക്കും. ഇത് സത്യമായിട്ടത് കണ്ണിനടിക്കുമ്പോ എന്ത് കത്തുന്ന അത് ഇവിടെ നിന്നിട്ട് കാക്കാനാക്കുന്നു. തേങ്ങ പിടിക്കുന്ന തയ്യ തെങ്ങല്ലേ എന്നാട്ടി വലിയ ഗോളം മാറി.